ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഇതാണ് പ്രസ്തുത വചനം. ഈ വചനം ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള വചനവുമായി അർത്ഥത്തിലും ആശയത്തിലും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിക്കുകയും അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ആ ആരാധ്യന്മാരെ സ്നേഹിക്കുകയും ചെയ്യുന്ന വിഷയമാണല്ലോ പ്രസ്തുത വചനത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു പോയത്. വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള പരമമായ അതിതീവ്രമായ സ്നേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകം ഉണർത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച അക്രമികൾ ശക്തി മുഴുവൻ അള്ളാഹുവിന് മാത്രവും പ്രത്യേകവുമാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും കാണുന്ന അറിയുന്ന പരലോകത്തെ രംഗവുമാണ് ആ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിനെ തുടർന്ന് ഈ ആയത്തിൽ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച ഭീഷണിയുടെയും അപായ അപകട സൂചനയുടെയും ഒരു തുടർ ഭാഗമാണ് ഈ ആയത്തിൽ പറയുന്നത്. പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരെ പാടെ വിഗണിക്കുകയും അവരിൽ നിന്ന് ഒഴിഞ്ഞ് അകന്ന് തള്ളിപ്പറയുകയും ചെയ്യുന്ന അതിദയനീയമായ ഒരു രംഗം അവിടം വരാനിരിക്കുന്നു എന്നത് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. പിന്തുടർന്ന അനുയായികൾ പിന്തുടരപ്പെട്ട നായകന്മാരാൽ വിഗണിക്കപ്പെടുന്നു. ആ നായകന്മാരുടെയും നേതാക്കന്മാരുടെയും ആവശ്യം ഏറ്റവും അനിവാര്യമായ സമയം പരലോകത്ത്. അനുയായികളും നേതാക്കന്മാരും ഒരുപോലെ ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയമാണത്. തങ്ങൾ അന്യോന്യമുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം അറ്റുപോകുന്നു, നിലക്കുന്നു. ഇതാണ് ഈ വചനത്തിൻ്റെ ആശയം. 165 വചനത്തിലെ അവസാനം പറഞ്ഞ മുന്നറിയിപ്പിൻ്റെയും താക്കീതിൻ്റെയും തുടർച്ചയിൽ അതിഗൗരവമായ മറ്റ് ചില മുന്നറിയിപ്പും താക്കീതുമാണ് ഈ വചനം. ആർക്കു വേണ്ടിയാണോ ആയുസ് തുലച്ചത്, ആരോഗ്യം ഹോമിച്ചത്, ആര് രക്ഷപ്പെടുത്തുമെന്നാണോ വിചാരിച്ചത്, വിശ്വസിച്ചത്, ആരുടെ ശുപാർശയാണ് കാക്ഷിച്ചത്, തേടിയത്, അവരൊക്കെയും വഴിമാറും, നിരുത്തരവാദികളാകും, ഒഴിഞ്ഞു മാറും എന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്, അറിയിക്കുന്നത് എങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് നമുക്കത് ഈ സൂക്തത്തിൻ്റെ പ്രയോഗങ്ങളെ ഓരോന്നെടുത്ത് പഠിക്കാം ബിഇദ്നില്ലാഹ്.